തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ ഏക കർത്താവിലും സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവരും നിബിയന്മാരും സ്ലേഹന്മാരും മുഖാന്തര സംസാരിച്ചവരുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകഗൃഹായിലും കാതോലികവും ശ്ലൈഹികവുമായ ഏകവിശുദ്ധ സഭയിലും പാപമോചനത്തിന് മാമോദീസ ഒന്ന് മാത്രമാകുന്നുവെന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. സമയമിതാ മോചിക്കും നാഴികളിതുതാ ഇത് നമസ്കാരത്തിൻ സമയം ഇത് തന്നെ കരുണാസമയം ഉന്നത പദവി പിതാവ് അനുഭവിച്ചിടും നോട്ടായി അനുഷ്ഠിക്കും കർത്താവേ, സമേത സ്നേഹവും ഐക്യം പരിപൂർണ്ണ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും നിന്റെ പരിശുദ്ധാത്മാവിനും എപ്പോഴെപ്പോഴും എന്നേക്കും സ്നേഹസാന്ദ്രങ്ങളേറ്റുമാറാകണമേ. ഓശോ വക്കുലിസ്മാൻ ലൗൽമീൻ നിങ്ങളെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായ ഈ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിനും നാം തലകുനിക്കണം. സകലാശുദ്ധ വിചാരങ്ങളെയും ഞങ്ങളിൽ നിന്ന് നീക്കണമേ. ഇതിനാ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളുടെ ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും നിന്റെ പരിശുദ്ധാത്മാവിനും എന്നേക്കും ശ്രീസാദ്രം കരേറ്റുകയും ചെയ്യുമാറാകണമേ.
Osho Vakulisva Lolmin. ബാർക്കുമോർ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടെ നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് ഈ വന്യപിതാവിന്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കൃപാനെ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയെ സകലത്തിന്റെ ഉടനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണിക്കുന്നു. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ഋസ്വരൂപായുടെ സംബന്ധാവാസവും സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൊണ്ട് നാളുണ്ടായിരിക്കട്ടെ. ഈ സമയം നാം എല്ലാവരും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും മേൽ പിതാവാം ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് മശിഹാതമ്പുരാൻ എഴുന്നള്ളിരിക്കുന്ന മഹോന്നതങ്ങളായിരിക്കണം. ഭയഭക്തിയോടെ നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. ദൈവമായ കർത്താവേ, പരിശുദ്ധമാലാകമാരോടും റാബൈമാലാകമാല ഗണങ്ങളോടും ഒത്തൊരുമിച്ച് സ്തുതിവചനങ്ങൾ കീർത്തിച്ചുകൊണ്ട് ഞങ്ങൾ കാദീശ്വാടി ഉച്ചത്തിൽ നിന്നെ മോത്തപ്പെടുത്തുന്നു. മസക്കീനാൻ വമറീനാൻ പാപമില്ലാത്തവനായ താൻ പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മനമനുഭവിക്കുവാൻ ഒരുങ്ങിയപ്പോൾ ലോകത്തിന്റെ ജീവന്റെ രക്ഷയ്ക്ക് വേണ്ടി താൻ ഏൽപ്പിക്കപ്പെട്ട രാത്രിയിൽ പരിശുദ്ധവും കളങ്കരയുന്ന നിർമ്മലമായ കൈകൾ അപ്പമെടുത്തു. പിതാവാം ദൈവമേ, നിന്നെ കാണിച്ച സ്തോത്രം ചെയ്ത ശേഷം വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് ബാറക്മോ ബാറേ പരിശുദ്ധ ശ്രീയന്മാരായ തന്നെ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടവരോട് താൻ അരുളി ചെയ്തു, നിങ്ങളിത് വാങ്ങി ഭക്ഷിപ്പീൻ. നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി മുറിക്കപ്പെടേ പാപമോചനത്തിനും നിത്യജീവനും വേണ്ടി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ ശരീരമാകുന്ന ഇത് പ്രകാരം തന്നെ താഴെ കഴിഞ്ഞ ശേഷം വീഞ്ഞുവെള്ള ചേർത്ത് കലത്യഹാസായം സ്തോത്രം ചെയ്തു വാഴ്ത്തി സ്നേഹിച്ചു ബാറക്മോ ബാറേ ശ്രീമാരായ തനിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടവരോട് ഞാൻ അരുളി ചെയ്തു, നിങ്ങളെല്ലാവരും ഇത് വാങ്ങി പാനം ചെയ്യുവീൻ. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടിയും
ശരിയപ്പെടുന്നതും മോചനത്തിനും നിത്യാജീവനും വേണ്ടി നൽകപ്പെടുന്നതുമായ പുതിയ നിയമത്തിൻ്റെതായ എന്റെ രക്തമാകുന്ന ഇത് വൽഹായേ ജൽ ഓ നമൽമീ. ഈ രഹസ്യത്തിൽ നിങ്ങൾ സംബന്ധിച്ച് ഞാൻ വരുന്നത് വരെ എന്റെ മരണത്തെയും പുനരുത്ഥാനത്തെ നിങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് എന്റെ ഓർമ്മയ്ക്ക് വേണ്ടി പ്രകാരം ചെയ്യുവി. ദാമോദോസേനോ നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിന്റെ ഉടനെ ഞങ്ങൾ ഏറ്റുപറയുകയും നിന്റെ നാമത്തിനായി ഞങ്ങൾ നോക്കുകയും ചെയ്യുന്നു. നിന്റെ കരുണ ഞങ്ങളോട് മേലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, നിന്റെ സഭ നിന്റെ രക്ഷാകരമായ ശ്രോഷ മുഴുവനായി എല്ലാവർക്കും നിങ്ങൾ മനസ്സന്നമായി പ്രതിഫലം നൽകുന്ന ബ്രഹ്മജനകമായ നിന്റെ പുനരാഗമനത്തെ അനുസ്മരിക്കുന്നു. തന്മൂലം നിന്റെ സഭയും നിന്നെ ഇടവകയും നിന്നോട് നീ മുഖാന്തരം നിന്നെ കൊണ്ട് നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കനിയണമേ എന്ന് പശ്ചാത്താപത്തോടെ അപേക്ഷിക്കുന്നു. നിഷ്കർഷോലോ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായ ദൈവമേ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. എന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ സ്വർഗമാകുന്ന മേലുള്ള ഇടങ്ങളിൽ നിന്ന് പ്രതാപത്തോടും കൂടി ഇറങ്ങി വെക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പൊരുതി ആവശ്യിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഗ്രഹിക്കത്തക്കതുമാവുന്നു. നിങ്ങൾ അടുക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീ. ഞങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടാകണമേ. Inin Maria, Usmasraga Malai. Barakmo Aikano, Kalmabarale Mohana, Sahalfi, Pagaro, Gamshi Galo Godila. Mo'alam Soga, the Kosana Gamri, the Mo, Diredam Shigala Godila. Barak Modi Moyartave, Idri Sri Electal Advakin Gandrim, Ivan Sri Baris the Makadur Pename. ഞങ്ങൾ നിത്യജീവൻ അർഹരായി ഭവിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് ഏകപുത്രന് മനസ്സാത്മാവിന് നീക്കും സ്ത്രീ സാദ്രാങ്കനേറ്റുമാറാകണമേ. ആശ ദീക്ഷന്മാരായിരുന്ന 4 ഭാഗങ്ങളുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭയെ വെച്ചിരിക്കുന്ന ശുദ്ധിമാനും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാനുമായ ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ആബോന്മോർ വിലത്തിയോസിന് വേണ്ടിയും ഈ വന്യപിതാവ് ആബോന്മോർ അത്താനാസിയോസിന് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും ശ്രേഷ്ഠവും ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം.
ദൈവമായ കർത്താവേ, നിന്റെ പരിശ്രമിക്ക ശാന്തി സമാധാനവും അതിനിടെ മാർഗം പ്രശാന്തമായ വാർദ്ധക്യം നീ നൽകണമേ. സത്യവചനത്തെ ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാരെ അതിൽ നിയമിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകമത്തിനും നിന്റെ പരിശുദ്ധാത്മാവിനും പോഴപ്പോഴും ശ്രീ സാന്ദ്രമരേറ്റുമാറാകണമേ. ഓശ വക്കുലിസ്മാൻ ലോൽമീൻ ബാറക്മോർ. സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളിൽ അകപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസാരരും ബലഹീനരുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ചു. ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യം ഐക്യവും അഭിവൃദ്ധിയും ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃതമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നിന്നെ ആരാധനവേശാശ്രദ്ധ കേൾക്കണമേ. സഭാതന കണക്കുന്ന കാഴ്ചകളെയും ആദ്യഫലങ്ങളെയും അംഗീകരിക്കുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ നീ ബലികളെ കൈക്കൊള്ളുന്നവനാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകമത്തിനും നിന്റെ പരിശുദ്ധാത്മാവിനും പോഴപ്പോഴും ശ്രീ സാദരം കരേറ്റുമാറാകണമേ. ഓശ ബാറക്മോർ. 4 ഭാഗങ്ങളിൽ നിന്നുള്ള ദൈവത്തിന്റെ സഭകളെയും ദേറാകളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തി ഉറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളുടെ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവൻ സുഹൃത്തുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ മേൽ നടത്തുവാൻ ആഗ്രഹിക്കുന്നവരുടെ ചിന്തകളെ നീ സമാധാനപരമാക്കി തീർക്കണമേ. അസൂയാലുകളെ ശത്രുക്കളുടെയും കൈകളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും നിന്റെ പരിശുദ്ധാത്മാവിനും പോഴപ്പോഴും ശ്രീ സാദരം കരേറ്റുമാറാകണമേ. ഓശ വക്കുലിസ്മാൻ ലോൽമീൻ ഭൂമിയിലെ സർവക്ഷണം നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യമുള്ളോളും വിസ്തീർണോളും മാത്രോളം അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദേവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ ഭക്തന്മാരായ ദിവ്യന്മാരെയും പ്രസംഗക്കാരെയും സ്ത്രീയന്മാരെയും എവെങ്കേലോസന്മാരെയും സാധയന്മാരെയും മോദ്യന്മാരെയും ഭാഗ്യവാനും തന്റെ യജമാന്റെ കൊണ്ടാട്ടക്കാരനുമായ മോർ യോഹാനും തോനയും ശമാശന്മാരിൽ പ്രധാനിയും സഹദേവന്മാരിൽ മുമ്പനും പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മോർ സ്തെഫാനോസിനെയും സ്ലീയന്മാരിൽ തലവന്മാരായ ഉന്നപ്പെട്ട മോർ പത്രോസിനെയും മോർ പൗലോസിനെയും നമ്മുടെ കാൽട്ടുകാവായ മോർ തോമാസിനെയും ശേഷം ശൈലശുദ്ധാന്മാരെയും ശുദ്ധിമുതികളെ ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം.
ദൈവമായ കർത്താവേ, നിന്റെ വിസ്സന്മാന പക്ഷങ്ങൾ ഞങ്ങളെ മറയ്ക്കണമേ. ഒരു ഗണങ്ങളിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ. അവരോടനുബന്ധിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിസരവും പോഴെപ്പോഴെന്നേയും സ്നേഹസ്തോത്രം സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ വക്കുലിസ്വാലമീൻ. ബാറക്കുമോർ ശ്ലൈഹികമില്ലാത്തതുമായ വിശ്വാസത്തെ പാലിസ്യങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുൻകോടി പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിഖ്യയിലും കുസ്തുലോപോലീസിലും എഫേസോസിൽ വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 പൊതുസിനദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും അൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവദരിശ്വരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർസ്ലേമിന്റെ നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്ലീഹായും സഹതായുമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലിമേസും ദെവനാസ്യോസും അതാനാസ്യോസും യൂലിയോസും ബസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തീമോത്തിയോസും പീലക്സീനോസും നന്ദിമോസും ഈവാനിയോസും വചനമായ ദൈവം ശൈലിയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെ കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യമാനുള്ള ഗോപുരവുമായ പ്രസിദ്ധനായ മോർ കൂറിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ പരിശുദ്ധ സഭ മുഴുവന്റെയും വിവേകമുള്ള വായും തൂണും അൽപ്പാനും പുഷ്പങ്ങൾ നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രിയർക്കീസ് മോർ സേവേറിയോസും സത്യവിശ്വാസ നിർത്തി നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബാമാർ യാക്കോബ് വൃദ്ധാനായും മോർ അപ്രേമും മോർ യാക്കോബും മോർ സഹാക്കും മോർ ബാലായും ദുഃഖരന്മായ തലവനായ മോർ ബർസോമോയും മോർ ഷമോൻ ദസ്തനോയും തിരഞ്ഞെടുക്കപ്പെട്ട മോർ ബഹായും മോറാൻ മോർ ഇഗ്നാത്യോസ് ഏലിയാസ്രിയൻ പാത്രിയർക്കീസ് പാവായും മോർ ബസലിയോസ് അൽത്തുമഫ്രിയനായും മലങ്കരയിലെ മോർ ഗ്രിഗോറിയോസും മോർ ഗ്രിഗോറിയോസ് അബ്ദുൽ ജലീൽ പാവായും മോർ അസ്താത്യോസ് ലീബാ പാവായും മോർ അത്തനാസ്യോസ് വലിയ തിരുമേനിയും യുയാക്കി മോർ കുറിലോസും പൗലോസ് മാർ കുറിലോസും സക്രള മോർ ബെസലോസായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിസ്യങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുൻപും ഇവരോട് കൂടെയും ഇവരുടെ പിൻപുമുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളതായ സത്യവിശ്വാസം ഞങ്ങളെ നീങ്ങാത്തുള്ളമേ. പരിശുദ്ധാത്മപ്രേരിതമായ വിശ്വാസത്തെ ഞങ്ങളുടെ ഉറപ്പിക്കുകയും ചെയ്യണമേ. അവരുടെ കൂടെ ഭാഗ്യകരമാവിധം നിന്നെ ഏകമത്തിനെ മനസ്സിലായി പോഴെപ്പോഴും നീക്കി സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഓശോ വക്കുലിസ്വാലമീൻ. ബാറക്മോർ അരുവിയുടെയും സകല ജഡങ്ങളുടെയും ഉടയവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേരുന്നവരായി ഈ പരിശുദ്ധ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്ത് നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപകളെയും തന്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മശിഹായോട് ധാരാളമായ തന്റെ കരുണകൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും തന്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തോളാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയലായിസോൻ എന്നഡസിച്ച് പറയണം. കർത്താവേ, വിശ്വാസികളായ ഞങ്ങളുടെ പരേതര തെറ്റുകൾ നീ കർശനമായി പരിശോധിക്കരുതേ.
എന്നാ ശരീരത്തോട് ബന്ധപ്പെട്ടുള്ളവരിൽ നിന്നെ ഏകമതൻ മാത്രമല്ലാതെ നിഷ്കളങ്കനായ മറ്റാരുമില്ലല്ലോ. അവൻ മൂലമുള്ള തന്നെയും പാമോചനം പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരാൽ തന്നെ ശരണപ്പെടുന്നു. വിശ്വാസത്തോടെ ഞങ്ങൾ വാങ്ങിപ്പോയിരിക്കുന്ന നീ ആശ്വസിപ്പിടപ്പെട്ടേണ്ടേ. മനസ്സോട് മനസ്സോടാകെ അറിവോടുകൂടാകെ ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളിൽ നിന്നും അവരിൽ നിന്നും പാപഭാരങ്ങളെ നീക്കണമേ. ഞങ്ങളുടെ പ്രമാണലംഘനങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് അവർക്ക് നീ പാപരിഹാരകനും വിമോചകനുമായിരിക്കണമേ. തന്മൂല സകലത്തിന് ബഹുമാന അനുഗ്രഹീതമായ നിന്റെ നാമവും ഞങ്ങളുടെ കർത്താവേ യേശുമിശിഹായുടെയും ക്രിസ്തുവിന്റെ നാമങ്ങളിലും ഞങ്ങളാലും ഞങ്ങൾ മൂലം ഞങ്ങൾക്ക് വേണ്ടിയും പുകഴ്ത്തപ്പെടുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കണ്ടേ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായാവുന്ന കർത്താവിന്റെ കരുണ നിങ്ങളെല്ലാവരുടെയും മേലെന്നേക്കും ഉണ്ടായിരിക്കട്ടെ.
വസ്സവോസദീലാൻ കാരുണ്യവനായ പിതാവാം ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്നെ വിളിച്ചു പ്രാർത്ഥിപ്പാനായിട്ട് ഞങ്ങളുടെ വായുകളും മധുരങ്ങളും നിറക്കുകയും ഞങ്ങളെല്ലാവരെയും ആത്മാശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും വെടിപ്പാക്കുകയും ചെയ്യണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, എപ്പോഴും നീ ഞങ്ങളുടെ വിലയിലേക്ക് സഹായം തുണയും പരീക്ഷകളിൽ നൽകാവൽക്കവനും രക്ഷകനുമായിരിക്കണമേ. എന്ന രാജ്യവും ശക്തിയും മഹത്വവും എപ്പോഴെപ്പോഴും നീക്കുന്നതിന്റെയും നിന്റെ ഏകപത്തിന്റെയും ഒരു ശ്രൗഭായുടെയുമാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അണയ്ക്കപ്പെട്ട വിശ്വാസങ്ങൾ കൈക്കൊണ്ടതിന് മുൻപ് വീണ്ടും കാട്ടിയവനായ കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. ധീമായ കർത്താവേ, നിന്റെ അദൃശ്യമായ വലത് കൈ നീട്ടി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പാപത്തിന്റെ സകല വൈശാചിക ഫലങ്ങളിൽ ഞങ്ങളെ നിർമ്മലരാക്കു തീർത്ത് നിന്റെ ഏകപത്തിനെതിരെ ശരീരങ്ങളിൽ വെടിപ്പോടെ സംബന്ധിക്കുവാൻ ഇടയാക്കുകയും ചെയ്യണമേ. അവൻ മുഖാന്തരം അവനോട് കൂടെ നിനക്കും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിബഹുമാനം എപ്പോഴെപ്പോഴും നീക്ക് യോഗ്യമാകുന്നു. നിങ്ങളെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂമനാദിന്യവും സാരാംശനായിരിക്കുന്നതുമായ തൃത്തിന്റെ കൃപയും തന്നെയും സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൊണ്ട് എന്നാളും ഉണ്ടായിരിക്കട്ടെ. ഭയത്തോടും വിറയലോടും കൂടെ നാം സൂക്ഷിക്കണം. തന്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ച പരിസ്ഥനായ ഏകപിതാവ് നമ്മോട് കൂടെ എന്റെ തിരുവേനിയുടെ വിലയേറെ കഷ്ടാനുഭവങ്ങളാൽ അതിനെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോട് കൂടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പരിപൂർണമാക്കുന്ന ജീവനുള്ള ഏകപരിസരോഹായി നമ്മോട് കൊണ്ട് കർത്താവിന്റെ തിരുനാമാധിപതനേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. തിരുസുതരായി വരുവാൻ നമ്മെ
പെരുന്നാൾ സുനിയോടു രാജമകൾ നിൻ വലഭാഗെ രാജഭാമിനിയോ സൗമൻ കാല സ്കുരീനായി
മക്കളിലപ്പൻ കൃപ ചെയ്യുന്നതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യൂ. ശരണത്താലെ നിൻകൃപയിൽ ശരീരം ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യമായ നവീകരണത്തിനു വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര, പാപരിഹാരം നൽകുന്നതിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്കായി പാപരിഹാരം ഇറങ്ങുമാറാകണമേ. ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധ നഗർ വഹിച്ചിരിക്കുന്നവരുടെ മേലും നൽകുന്നവരുടെ മേലും അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ചത് സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേ ഉണ്ടായിരിക്കട്ടെ. Krupa
Morales Mishiko, Fagarokadisha de Kala, Vodmoya Kira de Sina, Nudina Lalabata Nevelat, Elalahai Furkonot Kulat, Urafi Allah. നിന്റെ ദിവ്യമേശയിലിരിക്കുന്നവരായ ഞങ്ങൾ നിനക്ക് നന്ദി പറയുകയും നിന്റെ മനുഷ്യ സ്നേഹത്തെ വന്ദിക്കുകയും ചെയ്യുന്നു. നിനക്ക് നിന്റെ ഏകപുത്രനും ഒരു സാത്മാവിനും പോഴപ്പോഴെന്നേക്കും ഞങ്ങൾ ഇടവിടാതെ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഓശോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നൽകപ്പെട്ട വിശ്വരസിയെ കൈക്കൊണ്ട ശേഷം വീണ്ടും കാണാനേർത്താവും പാകനാം തലോനിക്കണം. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന വലിയവനും വിസ്മയനീയനുമായ ദൈവമേ, ഞങ്ങൾ ദയാതോന്നി ഞങ്ങളോട് തന്നെയണമേ. ഞങ്ങൾ നിന്നെ നിന്റെ ജനകനായ പിതാവാം ദൈവത്തെയും പരിശുദ്ധ റൂഹായെയും സദാ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ വക്കുലിസ്വാ ലൗൽമീൻ. ആമേൻ. ബാരേക്കുമോ. സ്തോത്ര സർവ വായികള ശേഷം നൽകാൻ ഞങ്ങൾ നിന്താതിന്നു വിമലാത്മന്ന സതി പാടിടോ. എൻ കർത്താവേ, നിന്തിരുഗാത്ര ഭക്ഷിച്ചാരാം ഇപ്പാപികളുടെ ദുഷ്കൃതമകില മോചിക്കണമേ. കഴുകിയിടണമേ കരകളെയല്ല തിരുസാപായ ഓർത്തിടരുതേ. കർത്താവേ, നീ ഞങ്ങളുടെ പിഴകൾ ശോകം നിറയും ലോകനിവാസ വിട്ടുപിരിഞ്ഞോ കേകുകമോദ ശോഭനമാകും ശാശ്വത ഗേഹേ. വാത്സല്യ സഹോദരങ്ങളെ, കർത്താവിന്റെ പാപരിഹാരപ്രദമായ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിട്ടുള്ള യാത്രാവർഷത്തോടും വാഴ്വുകളോടും കൂടി ഒരു സംഹനീയമായ തൃത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കും
നിങ്ങളെ ഞങ്ങൾ പരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്തോടെ പോകുകയും ദൂരസ്ഥരും സമീപസ്ഥരും ജീവനുള്ളവരും മരിച്ചുപോയവരും കർത്താവിന്റെ വിജയ സ്ലീഹായാൽ രക്ഷിക്കപ്പെട്ടവരും സമമതീസൂഷ്മയാൽ മുദ്ര കുത്തപ്പെട്ടവരുമേ ഈ ധൃതം നിങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരം നൽകുന്ന നിങ്ങളുടെ തെറ്റുകളെ ക്ഷമിക്കും. നിങ്ങളുടെ മരിച്ചുപോയവരുടെ ആത്മാക്കൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഹീനമോഭ്യമായ ദാസനാകുന്ന ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കണ്ണിയും സഹായവും പ്രാപിക്കുമാറാകട്ടെ. നിങ്ങളോ സന്തോഷാന്യം കൊണ്ട് സമാധാനത്തോടെ പോകുകയും നീക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും. Moran Srahamelain, Moran Srahamelain, Moran Rahamelain, Shuhuruk Moran, Shuruk Moran, Shuru Subranur Marik, Sugasna, Yangadavidavi, Kruvadranju Marive, Naka Samadhanam, നമ്മുടെ കർത്താവിനോടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിരന്തര ഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധലോകി ഭർത്തൃമേ, തമ്പുരാന്റെയമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മനസ്സമേത്ത് ദീനപ്രാണമേ ആമേൻ.
പിതാവുമുതനും വിശ്വരൂപായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ഞങ്ങളുടെ മേതന തന്നെ മനോഗുണം രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ചെയ്യപ്പെടുമാറാകട്ടെ. ആമീൻ. അഭിമന്യ മുമ്പിലെത്തിയ സിരിമേനി നിക്കൊറപ്പിസ്കോപ്പാച്ച വലിയ വൈദികരെ, ഇത്രയും സ്നേഹം നിറഞ്ഞ ദൈവജനമേ, കുഞ്ഞുമക്കളെ, ഇന്ന് വായിക്കപ്പെട്ടതായ വിശുദ്ധ എവൻഗേലിയൻ ഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 40 മുതൽ 52 വരെയുള്ള വാക്യങ്ങളാണ്. നമ്മുടെ കർത്താവായ യേശു മിശിഹ ബാലനായിരുന്ന സമയത്ത് യഹൂദന്മാരുടെ പതിവനുസരിച്ച് യൗസേപ്പ് കന്യക മറിയാമും ബാലനായ യേശുവിനെയും കൊണ്ട് യെരൂശലേമിലെ പെരുന്നാളിലേക്ക് പോരുകയാണ്. യഹൂദന്മാർ മറ്റു സ്ഥലങ്ങളിൽ നിന്നും യെരൂശലേമിലേക്ക് പ്രകാരം വരുമ്പോൾ ചാർച്ചക്കാരായ കുടുംബാംഗങ്ങളും അയൽവാസികളും ഒക്കെയും ചേർന്ന് ഗ്രൂപ്പുകളായിട്ടാണ് വന്നിരുന്നത്. അവരുടെ അന്നത്തെ രീതി അനുസരിച്ച് ഒരു കൂടെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെയും ഒന്നിച്ചാക്കി അതിൻ്റെ ചുമതല ആ കുടുംബങ്ങളിൽ ചില വഹിക്കുകയുമാണ് ചെയ്തിരുന്നത്. കന്യക മറിയം യോസേപ്പ് പിതാവും യേശുവിനായിട്ട് ദേവാലയത്തിൽ വന്നു. അതിനുശേഷം അവർ മടങ്ങി. ഒരു ദിവസത്തെ വഴി കഴിഞ്ഞപ്പോഴാണ് അവ ബാലനായ യേശു ഈ കൂട്ടത്തോടുകൂടെ ഇല്ല എന്ന് മനസ്സിലാക്കുന്നത്. തിരികെ യെരൂശലേമിലേക്ക് മടങ്ങി വരികയും ദേവാലയത്തിൽ ബാലനായ യേശു ഇവിടുത്തെ പണ്ഡിതന്മാരോടും അത് നേതാക്കന്മാരോടുമൊക്കെയും സംവാദിക്കുന്നതായിട്ട്, അവരോട് ചോദിക്കുകയും അവരിൽ നിന്ന് കേൾക്കുകയും ചെയ്യുന്നതായി കണ്ടെത്തുന്നു. കന്യക മറിയാം യേശുവിനോട്
എൻ്റെ മകനെ, നീ എന്തിനാണ് ഇങ്ങനെ പ്രവർത്തിച്ചത്? ഇതാ നിന്റെ പിതാവും ഞാനും വളരെ വേദനിച്ച് അന്വേഷിക്കുകയായിരുന്നു. ബാലനായ യേശു അതിന് നൽകുന്ന മറുപടി, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഇരിക്കേണ്ടത് യുക്തമല്ലയോ എന്നാണ് പറഞ്ഞത്. എന്നാൽ അത് ശേഷം അദ്ദേഹം, ആ ബാലനായ യേശു അവരോടുകൂടെ പോവുകയും നസ്രയത്തിൽ അവർക്ക് അധീനനായി താമസിക്കുകയും ചെയ്തുവെന്നാണ് വിശുദ്ധ ലൂക്കോസ് എവൻഗലിസ്റ്റ് നമ്മോട് സാക്ഷിക്കുന്നത്. സ്നേഹമുള്ളവരെ, മാതാവ് യേശുവിനോട് പറയുന്നു, യോസേഫിനെ ഉദ്ദേശിച്ച് നിന്റെ പിതാവും ഞാനും ഇത്ര വേദനിച്ചു എന്ന് പറയുമ്പോൾ ബാലനായ യേശു അവിടെ പറയുന്ന മറുപടി ശ്രദ്ധേയമാണ്. അമ്മേ, നീ മറന്നുപോയോ? ഞാൻ സ്വർഗസ്ഥ പിതാവിന്റെ ഏകജാതനല്ലയോ? അവന്റെ ഭവനമാണ് ദേവാലയം. ഞാൻ അവിടെ ആയിരിക്കേണ്ടത് യുക്തമല്ലയോ എന്ന്. യോസേഫ് അതിന്റെ ശാരീരിക പിതാവല്ല എന്നുള്ള അവസ്ഥ ബാലനായ യേശുവും അമ്മയെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് അവരോടുള്ള ദ്വേഷമോ വഴക്കോ വെറുപ്പുമൊന്നുമല്ല. പിന്നെ വസ്തുത മറിയാമിനെ തന്റെ അമ്മയെ ഓർമ്മപ്പെടുത്തുക മാത്രമാണ്. നമുക്കും ഉള്ള സാക്ഷ്യമാണത്. കാരണം പിന്നീട് സംഭവിച്ച കാര്യം ലൂക്കോസ് രേഖപ്പെടുത്തുമ്പോൾ അവൻ അവരോടുകൂടെ പോയി നസ്രയത്തിൽ അവർ അധീനനായിട്ട് വസിച്ചു. കുഞ്ഞുമക്കളൊക്കെയും ഓർത്തിരിക്കേണ്ട ഒരു സംഗതിയാണ്. യേശു തന്റെ മാതാപിതാക്കന്മാരെ ധിക്കരിക്കുകയോ അനുസരിക്കാതിരിക്കുകയോ അല്ല ചെയ്തത്. അവർക്ക് അധീനനായിട്ട് ബാലനായ യേശു വസിക്കുകയാണ് ചെയ്തത്. അത് നമുക്കെല്ലാവർക്കും, കുട്ടികൾക്കെല്ലാവർക്കും അനുഗ്രഹത്തിനായി തീരുമെന്ന് സന്ദർഭവശാൽ ഓർമ്മപ്പെടുത്തട്ടെ. സ്നേഹമുള്ളവരെ, യേശു തമ്പുരാൻ തന്റെ പുനരുദ്ധാന ശേഷം രണ്ടാം പ്രാവശ്യ ശ്ലീഹന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ തോമാസ് ശ്ലീഹയ്ക്ക് തന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. തോമാസ് ശ്ലീഹ തന്റെ അവിശ്വാസം ഉപേക്ഷിച്ച് തന്നെ കുറിച്ച് സാക്ഷിക്കുന്നു, എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവർ. ദൈവപുത്രനായ മിശിഹ എന്ന് പത്രോസ് ശ്ലീഹ ഏറ്റുപറഞ്ഞ യേശു തമ്പുരാൻ തന്നെ കർത്താവും ദൈവവുമാണെന്ന് തോമാസ് ശ്ലീഹ ഏറ്റുപറയുന്നു. ഈ വസ്തുതയും ബാലനായ യേശു ഇവിടെ തന്റെ സംഭാഷണത്തിലൂടെ വെളിപ്പെടുത്തുകയാണ്. ശാസ്ത്രിമാരും മതപണ്ഡിതന്മാരും നേതാക്കന്മാരുമൊക്കെയും അവനിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന വചനങ്ങൾ, അവൻ നൽകിയിരുന്ന മറുപടികൾ, ചോദിച്ച ചോദ്യങ്ങൾ അതിശയം കുറി 12 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ബാലനിൽ നിന്ന് സാധാരണ കേൾക്കുന്ന കാര്യങ്ങളല്ല. അവിടെയും അവൻ തന്റെ ദൈവത്വം, താൻ സർവജ്ഞാനിയായ ദൈവം തന്നെയാണെന്നുള്ള വസ്തുത വെളിപ്പെടുത്തുകയാണ്. സ്നേഹമുള്ളവരെ, തിരുവെഴുത്തുകളൊക്കെയും യേശു തമ്പുരാൻ കർത്താവും ദൈവവുമാണെന്നും തന്റെ പ്രവൃത്തികളാൽ നമുക്ക് കാണിച്ചു തന്നു. അപ്പോസ്തലന്മാർ നമ്മോട് സാക്ഷിച്ചു, സുവിശേഷകരും മറ്റു കർത്തദാസന്മാരും നമുക്ക് സാക്ഷിച്ചു തന്നു. നമ്മളെല്ലാവരും ഏറ്റുപറയുന്നുണ്ട്, യേശു ദൈവം, യേശു കർത്താവ് തന്നെയെന്ന്. എത്ര പേര് ആത്മാർത്ഥമായി യേശുവിനെ കർത്താവും ദൈവവുമായിട്ട് അംഗീകരിക്കുന്നുണ്ട്? അധരം കൊണ്ട് ഏറ്റുപറയുന്ന ഒരു ജനമായി നാം പലപ്പോഴും മാറിപ്പോകുന്നില്ലേ? ഓരോരുത്തരും സ്വയം വിധിപ്പി. നമ്മുടെ ജീവിതത്തിൽ അധരം കൊണ്ട് മാത്രം യേശുവിനെ ഏറ്റുപറയുന്നവരായി തീരുന്നുവെങ്കിൽ ആ ഏറ്റുപറച്ചൽ നമുക്ക് ഒരു പ്രയോജനവും ചെയ്യില്ലാതെ വ്യർത്ഥമായി തന്നെ നിലകൊള്ളും. ഹൃദയം കൊണ്ട് തന്നെ ഏറ്റുപറയണം, പൂർണ്ണ ഹൃദയം കൊണ്ട് തന്നെ വിശ്വസിക്കണം, ഹൃദയപൂർവ്വം തന്നെ ആശ്രയിക്കുന്നവരായിരിക്കണം. സ്നേഹമുള്ളവരെ, യേശു തമ്പുരാൻ തന്റെ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തന്നു, നമുക്ക് രക്ഷയൊരുക്കി, മരണത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കാൻ പ്രാപ്തനാണെന്ന്
മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം ചെയ്തുകൊണ്ട് താൻ നമുക്ക് സാക്ഷ്യം നൽകി. എന്നിട്ട് നാം അവിശ്വാസികളായി തുടരുന്നുവെങ്കിൽ അയ്യോ കഷ്ടം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ഈ ഇടവക 6 നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്നു. ആ പരിശുദ്ധനായ സ്തെഫാനോസ് സഹോദരയുടെ പെരുന്നാളിന് തുടക്കം കുറിക്കുന്ന ദിവസം കൂടിയാണ് ഇന്ന്. ആ വിശുദ്ധൻ പ്രകാരം കർത്താവിനെ സാക്ഷിച്ചുവെന്ന് നമുക്ക് ഏവർക്കും അറിയാം. സന്നിധി സംഘത്തിന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ, അവർ തന്നെ വിസ്തരിക്കുമ്പോൾ, ആ യഹൂദ സന്നിധി സംഘത്തോട് തിരുവഴുത്തുകളിൽ നിന്ന് ഇസ്രായേലിന്റെ ചരിത്രം, ദൈവമായ കർത്താവ് അവരെ തിരഞ്ഞെടുത്തതും അവരെ വഴി നടത്തിയതും അവർക്ക് നൽകിയ സാക്ഷ്യങ്ങളിലും ഇതെല്ലാം മിശിഹായിൽ നിവർത്തിതമായിരിക്കുന്നു. മിശിഹ തന്നെ രക്ഷകൻ എന്ന് അവരുടെ മുമ്പാകെ സാക്ഷിച്ചു. കർത്താവ് തന്നെ പിന്നെ ശുശ്രൂഷ വേളയിൽ സന്ദർഭത്തിൽ അരുളി ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നാടുവാഴികളുടെയും ഭരണാധികാരികളുടെയും ഒക്കെ മുമ്പിൽ കൊണ്ടുപോകപ്പെടും. അവരുടെ മുമ്പാകെ എന്ന് പറയണമെന്ന് നിങ്ങൾ വിചാരപ്പെടേണ്ട. സമയത്ത് പരിശുദ്ധാത്മാവ് നൽകുന്നത് നിങ്ങൾ സംസാരിച്ചു കൊള്ളുകയും, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വചനം നൽകും. സ്തെഫാനോസ് സഹദായിൽ അതാണ് കണ്ടത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനിൽ വ്യാപരിക്കുകയും അവൻ ഉത്തമ സാക്ഷ്യം നൽകി. ആ സന്നിധി സംഘത്തിന് നിഷേധിക്കാൻ പറ്റാത്ത സാക്ഷ്യം നൽകി കഴിഞ്ഞപ്പോൾ, എന്നാൽ അവർ മിശിഹായിലുള്ള അസൂയ നിമിത്തമായിട്ട് അവരുടെ സ്ഥാനമാനങ്ങളിലുള്ള അതീവ താല്പര്യ നിമിത്തമായിട്ട് അതിനെ അവർ ദൈവത്തിന്റെ സത്യങ്ങളെക്കാൾ വില കൽപ്പിച്ചിരുന്നത് കൊണ്ട് അവർ ക്രുദ്ധരായി സ്തെഫാനോസിനെ കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊല്ലുകയാണ്. സ്തെഫാനോസ് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുമ്പോൾ അദ്ദേഹം ദൈവത്തോട് ഇവരിത് ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയാൻ ഇവരുടെ കുറ്റം അവർക്ക് നിർത്തരുതേ എന്ന് ആ യഹൂദന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് സ്വർഗത്തിൽ അവന് പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നതായിട്ട് സ്തെഫാനോസ് സാക്ഷിക്കുന്നു. സ്നേഹമുള്ളവരെ, കർത്താവ് കൽപ്പിച്ചരുളി ചെയ്തു, സ്നേഹിതന് വേണ്ടി ജീവനെ നൽകുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. കർത്താവ് കാൽവരിയിൽ അത് നമുക്ക് കാണിച്ചു തന്നു, സ്വയം ജീവൻ സമർപ്പിച്ചുകൊണ്ട്. ആ മാതൃകയെ സ്തെഫാനോസ് സഹതായും തന്റെ ജീവിതത്തിൽ പകർത്തി കാണിച്ചു തരികയാണ്. സത്യത്തിന് വേണ്ടി, സത്യത്തിന്റെ നാഥനായ യേശു മിശിഹ എന്ന കർത്താവും ദൈവവുമായവന് വേണ്ടി മരണം വരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, കഷ്ടതകളും പ്രയാസങ്ങളും വരുമ്പോൾ ദൈവത്തെ തള്ളിപ്പറയുകയോ ദൈവത്തിൽ വിശ്വസിക്കാതെ മറ്റു മാർഗങ്ങളിലൂടെ പരിഹാരം തേടുവാൻ ശ്രമിക്കുകയോ ചെയ്യുന്നവർ എത്ര പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. സഭ ഇന്നും കഷ്ടതകൾ അനുഭവിക്കുന്നതിന്റെ ഒരു കാരണവും അത് തന്നെയല്ലയോ? വിശ്വാസത്തിൽ നിലകൊള്ളുന്ന വിശുദ്ധന്മാർ, രക്തസാക്ഷികൾ കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെയും കർത്താവ് അവരെ വിടുവിക്കുകയും അവരെ മഹത്വത്തിന്റെ കിരീടം ധരിപ്പിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. സ്നേഹമുള്ളവരെ, നീതിമാന്റെ കഷ്ടതകൾ വളരെയാകുന്നു, എന്നാൽ അവയൊക്കെയിൽ നിന്നും കർത്താവിനെ വീണ്ടുകൊള്ളുമെന്നാണ് സങ്കീർത്തനം 34:19 അരുളി ചെയ്യപ്പെട്ടിരിക്കുന്നത്. ദുഷ്ടന്മാരെ കുറിച്ച് അഥവാ അവിശ്വാസികളെ കുറിച്ച് അവിടെ പറയപ്പെട്ടിരിക്കുന്നത് അവർ വീഴ്ച, അവരുടെ നാശത്തിനായുള്ള വീഴ്ചയാണ്. അവരെന്നേക്കും ദൈവത്താൽ നശിപ്പിക്കപ്പെടും അന്ത്യനാളിൽ. സ്നേഹമുള്ളവരെ, കർത്താവായ യേശുവിനെ തിരിച്ചറിയുവാൻ, അവന്റെ തിരുവെഴുത്തുകളെ കേൾപ്പാൻ, അവനോട് പ്രാർത്ഥിപ്പാൻ, അവനെ ആരാധിപ്പാൻ ദൈവം നമുക്ക് അവസരങ്ങൾ നൽകി, ഭാഗ്യം നൽകി. നമ്മെ തന്റെ തിരുശരീരമാകുന്ന സഭയിൽ അംഗങ്ങളാക്കി ചേർത്തിരിക്കുമ്പോൾ ദൈവം നൽകിയ ആ വലിയ ഭാഗ്യത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഉത്തമ ക്രിസ്ത്യാനികളായിട്ട് ജീവിപ്പാൻ നമുക്ക് കടപ്പാടില്ലയോ? കടപ്പാടുണ്ട്. നാം അത് നിർവഹിക്കുന്നവരായിരിക്കണം. എങ്കിൽ മാത്രമേ ഈ ലോക ജീവിതം ധന്യമാകുകയുള്ളൂ. വരുവാനുള്ള നിത്യലോകത്തിലേക്ക് നമുക്ക് പ്രവേശനം ഉറപ്പാവുകയുമേ ഉള്ളൂ. സ്നേഹമുള്ളവരെ, ഈ ലോക ജീവിതം ഒരുക്കത്തിനുള്ള കാലമല്ലോ. ഈ കാലത്തെ വേണ്ടും വേണം നമ്മൾ ഒരുങ്ങിയില്ലെങ്കിൽ, പരീക്ഷ എഴുതുവാൻ പോകുന്ന കുട്ടികൾക്കറിയാം
പരീക്ഷയിൽ ഒരുങ്ങി നിന്നില്ലെങ്കിൽ ചോദ്യങ്ങൾ കണ്ട് ഭയക്കും പരീക്ഷയിൽ പരാജയപ്പെടും. ഒരുക്കമുള്ളവരായിരുന്നാൽ, ഒരുക്കത്തോടെ ജീവിച്ചാൽ, വിശ്വാസത്തോടു കൂടി ലോകത്ത് നിന്ന് യാത്രയാകുവാൻ നമുക്ക് സാധിച്ചാൽ, മിശിഹാ തമ്പുരാൻ അന്ത്യനാൾ വരുമ്പോൾ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും നീതീകരിക്കുകയും വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ച് നിത്യജീവൻ അവകാശിപ്പാൻ നമുക്കിടയാവുകയും ചെയ്യും. ഒരിക്കലും ഇനി നാം സമയം പാഴാക്കരുത്. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ജീവകാലം എത്രയും ഉചിതമായിട്ട് ഉപയോഗിക്കാം. അവനെ വിശ്വസിപ്പാനും അവനിൽ ആശ്രയിച്ച് ജീവിപ്പാനും അവന്റെ ഉത്തമ സാക്ഷികളായി ഇരിപ്പാനും നമുക്ക് കഴിയണം. നാം ഓരോരുത്തരുമായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഉത്തമ ക്രിസ്ത്യാനികളായിട്ട് ജീവിച്ചുകൊണ്ടും വചനം ഘോഷിക്കുവാൻ കഴിവുള്ളവർ വചനം ഘോഷിച്ചുകൊണ്ടും കർത്താവിന് ഉത്തമ സാക്ഷികളായി രൂപാന്തരപ്പെടുവാൻ സാധിക്കണം. ഈ പെരുന്നാൾ, ഈ വിശുദ്ധന്റെ ഓർമ്മ നമുക്കെല്ലാവർക്കും അതൊരു മുഖാന്തിരമായി തീരട്ടെ. സഹദായെ പോലെ യാതൊരു സംശയവും കൂടാതെ കർത്താവായ യേശുവിന്റെ ഉത്തമ സാക്ഷികളായി രൂപാന്തരപ്പെടുവാൻ ഈ പെരുന്നാൾ നമുക്ക് മുഖാന്തിരമായി തീരട്ടെ. ആ വിശുദ്ധന്റെ മധ്യസ്ഥ നമുക്ക് അതിന് കോട്ടയുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ഒരിക്കൽ കൂടി ദേവാലയത്തിൽ വന്ന് അർപ്പിക്കുവാൻ അവസരം ഒരുക്കിയ അഭിമന്യ തിരുമേനിയോട്, പള്ളി വികാരിമാരോടും വൈദികരെല്ലാവരോടും ഇടവങ്ങൾ എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിച്ച് കാത്തുകൊള്ളുമാറാകട്ടെ. ആമേൻ. ഈ ഇടവക 2020 100 വർഷം എൻ്റെ സ്ഥാപനത്തിന് ശേഷം പൂർത്തീകരിക്കുന്ന ശതാബ്ദി വർഷമാണ്. അതിന് താമസം അടുത്ത ഞായറാഴ്ച ഔപചാരികമായിട്ട് തുടക്കം കുറിക്കും. അത് എല്ലാം ദൈവം നാളെ വരെ നൽകിയിട്ടുള്ള നന്മകളെ പ്രതി തന്നെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നതിനും തനിക്കുള്ളവരായി രൂപാന്തരപ്പെടുന്നതിനും നമുക്ക് മുഖാന്തരമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. അഭിമന്യ പിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട വല്യച്ഛൻ, വൈദിക ശ്രേഷ്ഠരെ, പ്രിയ വിശ്വാസികളെ, മഞ്ഞനിക്കര സ്തേഫാനോസ് ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സന്തോഷത്തിൻ്റെ നിമിഷത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അതിൻ്റെ കാരണം, ഈ ഇടവക സ്ഥാപിതമായിട്ട് 100-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് 100-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന പെരുന്നാളിന്റെ കൊടിയേറ്റ് കർമ്മം നിർവഹിക്കപ്പെടുകയുമാണ്. ഇന്ന് ദേവാലയത്തിലേക്ക് എഴുന്നള്ളി വന്ന് വിശുദ്ധ ബലി അർപ്പിച്ച് സന്ദേശം നൽകി കൽപ്പിച്ച് അനുഗ്രഹിച്ച അഭിമന്യ ഗിവരീസ് മർദ്ദനാസിസ് തിരുമനസിന്റെ തൃപ്പാദങ്ങളിൽ ഇടവയ്ക്കുള്ളതായ ഭക്തി ആദരവുകളും വിധേയത്വവും ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ്. അതുപോലെ തന്നെ വിദൂരദേശത്തെ യാത്രയിലായിരുന്നെങ്കിലും ഇന്ന് പ്രഭാതത്തിലാണ് അഭിമന്യ പിതാവായ മിലിത്യോസ് തിരുമനസ് തിരികെ നാട്ടിലെത്തിച്ചേർന്നത്. ആ സമയത്ത് തന്നെയും ദേവാലയത്തിലേക്ക് എഴുന്നള്ളി വന്ന് ഇടവാംഗം എന്ന നിലയിലും ഇടവക മെത്രാപ്പൊലീത്ത എന്ന നിലയിലും അഭിമന്യ പിതാവ് ഈ സന്തോഷത്തിന്റെ ഭാഗമാകുന്നു. അഭിമന്യ പിതാവിന് ഔപചാരികതയുടെ പേരിൽ മാത്രം അഭിമന്യ പിതാവിനുള്ളതായ നന്ദി രേഖപ്പെടുത്തുകയും തൃപാദങ്ങളിൽ ഭക്തി ആദരവും വിധേയത്വവും അർപ്പിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് മഞ്ഞനിക്കൽ ദേറായും സ്തേഫാനോസ് പള്ളിയും ഒരേ മനസ്സോടെ മുന്നോട്ട് പോകുന്നുവെങ്കിൽ അതിന്റെ ഒരു കാരണം ഈ രണ്ട് പിതാക്കന്മാർ തമ്മിലുള്ളതായ നല്ല ബന്ധമാണ് എന്ന് അടിവരയിട്ട് പറയുവാനായിട്ട് സാധിക്കും. ഏതു കാര്യങ്ങളിലും രണ്ട് പിതാക്കന്മാരും വേണ്ടതായ നിർദ്ദേശങ്ങൾ ഞങ്ങൾ വൈദികർക്ക് നൽകാറുണ്ട്. പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങളിലും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ എല്ലാ കാര്യങ്ങളിലും വിവിധ പിതാക്കന്മാർ തമ്മിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളിലും ആ ഒരു തെളിമ നിറഞ്ഞു നിൽക്കുന്നത്. അതിൽ രണ്ട് പിതാക്കന്മാരോടും ഈ ഇടവയ്ക്കുള്ളതായ
നന്ദിയും സ്നേഹവും കടപ്പാടും വിധേയത്വവും പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തുന്നു. ഇനി ഇടവക സംബന്ധമായിട്ടുള്ള അറിയിപ്പ്. ഇന്ന് കൊടിയേറ്റ് കർമ്മം നിർവഹിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അതിപ്രധാനമായ ഒരു ചടങ്ങ് ഇടവക ആഗ്രഹിക്കുന്നത്, ഒരു വർഷക്കാലം അല്ലെങ്കിൽ ശതാബ്ദിയുടെ നാളുകൾ തുടങ്ങി അതിൻ്റെ സമാപനം വരെ ദേവാലയത്തിനകത്ത് എപ്പോഴും തെളിഞ്ഞു നിൽക്കുന്നതായ ഒരു കിടാവിളക്ക് അത് ഉണ്ടാകണമെന്ന് ഇടവക ആഗ്രഹിച്ചു. അഭിമന്യാമിലിത്യോസിനുവേണ്ട അധ്യക്ഷതയിൽ കൂടിയതായ പൊതുയോഗം തന്നെ അത് അപ്രകാരം ചെയ്യാം എന്ന് തീരുമാനിക്കുകയും ഇന്നേ ദിവസം അത് നിവർത്തിക്കുന്നതായിരിക്കും. അതിന്റെ ക്രമീകരണം ഞാൻ മുന്നമേ അങ്ങ് പറയുകയാണ്. ഇവിടെയുള്ള വിശ്വാസികളെല്ലാവരും ഇവിടെ തന്നെ ഇരുന്നാൽ മതി. കൈമുത്തിന് മുമ്പ് തന്നെ പരിശുദ്ധ ഏലിയാസ്തദേൻ പാത്രീർക്കീസ് ബാവായുടെ കബറിങ്കൽ അഭിമന്യ പിതാക്കന്മാര് ധൂപപ്രാർത്ഥന നടത്തും. അവിടെ നിന്ന് ദീപം തെളിയിച്ച് വന്ന് ഈ കിടാവിളക്ക് തയ്യാറാക്കിയിരിക്കുന്നതായ കിടാവിളക്കിലേക്ക് ആ ദീപം പകരുന്നതായിരിക്കും. ആ സമയത്ത് പള്ളി അകത്തെയും ഈ വരാന്തയിലെയും എല്ലാ ഫാനുകളും ഓഫ് ചെയ്ത് ആ തിരി ഇവിടെ കൊണ്ടുവരുവാനുള്ളതായ ക്രമീകരണം ചെയ്യണം. പള്ളിക്കകത്ത് നിൽക്കുന്നവര് വിവിധ പിതാക്കന്മാർക്ക് അവിടേക്ക് പോകാനുള്ളതായ വഴി ഒരുക്കി 2 വശങ്ങളിലായിട്ട് മാറി നിന്ന് അതിനു വേണ്ടതായ ക്രമീകരണങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ പള്ളിക്കാലത്ത് നിന്ന് 2 കുടകൾ അഭിവിധ പിതാക്കന്മാർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പിടിക്കത്തക്ക രീതിയിൽ 2 കുടകൾ ക്രമീകരിച്ച് നിൽക്കണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. അതിനുശേഷം ദേവാലയത്തിനകത്ത് പ്രവേശിച്ച് കിടാവിളക്കിലേക്ക് ദീപം പകർന്നതിന് ശേഷം കൈമുത്തി പുറത്തേക്ക് ഇറങ്ങിയാൽ ആരും പിരിഞ്ഞു പോകരുത്. ആ സമയത്ത് തന്നെ കൈമുത്ത് പൂർത്തീകരിച്ചാൽ ഉടൻ തന്നെ കൊടിയേറ്റ് കർമ്മം നിർവഹിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യവും സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. നാളെ രാവിലെ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. നാളെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് എത്രയും ബഹുമാനപ്പെട്ട രഞ്ജി ജോർജ് അച്ഛനാണ്. എല്ലാവരും കുർബാനയിൽ വന്ന് സംബന്ധിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. 31-ാം തീയതി ചൊവ്വാഴ്ച പെരുന്നാളിനോടനുബന്ധിച്ച് അതോടൊപ്പം തന്നെ പുതുവത്സരത്തിന്റെയും അതുപോലെ തന്നെ ശതാബ്ദിയുടെയും ഭാഗമായിട്ട് ഒരു ദിവസത്തെ ഒരുക്ക ധ്യാനം ക്രമീകരിച്ചിട്ടുണ്ട്. 31-ാം തീയതി വൈകിട്ട് ചൊവ്വാഴ്ച നോട്ടീസിൻ പ്രകാരം പുതുവത്സര ധ്യാനം, ശതാബ്ദി ഒരുക്ക ധ്യാനം എത്രയും ബഹുമാനപ്പെട്ട തോമസ് ജോൺ അച്ഛൻ അതിന് നേതൃത്വം നൽകുന്നതായിരിക്കും. എല്ലാവരും വൈകിട്ട് സംബന്ധിക്കുവാനായിട്ട് ധ്യാന യോഗത്തിൽ വന്ന് സംബന്ധിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. 6 മണിക്ക് സന്ധ്യാപ്രാർത്ഥന, അതിനെ തുടർന്ന് കൃത്യം 7 മണിക്ക് തന്നെ ഒരുക്ക ധ്യാനം ആരംഭിച്ച് 8 മണിക്ക് പൂർത്തീകരിച്ച് മടങ്ങിപ്പോകത്തക്ക രീതിയിലാണ് അതിന്റെ ക്രമീകരണങ്ങൾ. എല്ലാവരും ആ കാര്യത്തിൽ സംബന്ധിക്കണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. പള്ളി അകത്ത് വെച്ച് തന്നെ ആയിരിക്കും ധ്യാനം എന്നുള്ള കാര്യവും സ്നേഹത്തോടെ അറിയിക്കട്ടെ. ജനുവരി മാസം 2-ാം തീയതി വ്യാഴാഴ്ച പാണമ്പടി പള്ളിയിൽ നിന്ന് പതാക പ്രയാണം മഞ്ഞിനിക്കരയിലേക്ക് ക്രമീകരിച്ചിട്ടുണ്ട്. രാവിലെ 6:45 പാണമ്പടി പള്ളിയിൽ പ്രഭാത നമസ്കാരവും തുടർന്ന് വിശുദ്ധ കുർബാനയും കുർബാനാനന്തരം പിതാക്കന്മാർ മിഖായിൽ തിരുമേനി ഉൾപ്പെടെയുള്ള പിതാക്കന്മാരുടെ കബറിങ്കൽ ദേവപ്രാർത്ഥനയ്ക്ക് ശേഷം അവിടെ നിന്ന് പതാക പ്രയാണം ആരംഭിച്ച് മണർകാട്, പുതുപ്പള്ളി, നാലുനാക്കൽ വഴി അടൂർ ദേറായിൽ എത്തിച്ചേർന്ന് കൂർലോസ് തിരുമേനിയുടെ കബറിലെ ദേവപ്രാർത്ഥനയ്ക്ക് ശേഷം കൈപ്പട്ടൂര്, ഓമല്ലൂർ അമ്പല ജംഗ്ഷൻ, ഓമല്ലൂർ മാർക്കറ്റ് ജംഗ്ഷൻ, കുരിശടി അമ്പല ജംഗ്ഷൻ, ഓമല്ലൂർ സെന്റ് പീറ്റേഴ്സ് പള്ളി അതുവഴി മഞ്ഞിനിക്കരയിൽ എത്തിച്ചേരും. 4:30 മഞ്ഞിനിക്കരയിൽ എത്തിച്ച് ദേറായിൽ പ്രാർത്ഥന ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പതാക പ്രയാണം മഞ്ഞിനിക്കരയിൽ എത്തിച്ചേരത്തക്ക രീതിയിലാണ് ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത്. ഉച്ചയ്ക്ക് 1:30 അടൂർ എത്തിച്ചേരുന്നതായ പതാക പ്രയാണം ഘോഷയാത്ര 2:30 അവിടുന്ന് പുറപ്പെടും. 4 മണിക്ക് 4:30 മഞ്ഞിനിക്കരയിൽ എത്തിച്ചേരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിൽ പോകുവാനായിട്ട് കുറച്ച് ആളുകൾ പേര് തന്നിട്ടുണ്ട്. 10-30 പേരോളം അതിന് പേരുകൾ തന്നിട്ടുണ്ട്. അത് സ്വന്തം വാഹനങ്ങളിലാണ് പോകുന്നത്. നിർബന്ധമായിട്ടും പോകുന്ന വാഹനങ്ങൾ ഏതാണ്, ആരൊക്കെയാണ് ഒരു വാഹനത്തിലുള്ളത്, എത്ര വാഹനമുണ്ട് എന്നുള്ള കാര്യം പള്ളിക്കാലത്തിൽ ഇന്ന് അറിയിക്കണം. ഞാൻ പറയുന്നത്, നമ്മൾ ചെല്ലുന്ന പള്ളിയിൽ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ തലവസം വിളിച്ച് ഞങ്ങൾ 100 പേരുണ്ടെന്ന് പറഞ്ഞാൽ അവർക്കത് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ആ കാര്യങ്ങൾ മുന്നമേ ക്രമീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പം നമ്മൾ 30 പേരുടെ പേര് കിട്ടി. 30 പേരെന്നുള്ളതാണ് പള്ളിയിൽ അറിയിച്ചിട്ടുള്ളത്. ഇന്ന് കൂടെ ഒരു സാവകാശം അവർക്ക് കൊടുക്കാം. ഇന്ന് പള്ളിയെല്ലാം പിരിഞ്ഞു പോയി കഴിഞ്ഞ് പിന്നെ നാളെ വിളിച്ച് 50 പേരുണ്ടെന്ന് പറയുക, അത് പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനെ വരുന്നവര്, കുർബാനയെ സംബന്ധിക്കത്തക്ക രീതിയിൽ വരുന്നവര്
വാഹനങ്ങൾ, അതിൽ എത്ര പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, ഒരു വാഹനത്തിൽ എത്ര പേരുണ്ട്, ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് പള്ളിക്കാർക്ക് അറിയിക്കണം. വാഹനം പള്ളിയിൽ നിന്ന് രഥം മാത്രമേ ക്രമീകരിച്ചിട്ടുള്ളൂ, ബാക്കിയെല്ലാം അവരവരുടെ വാഹനങ്ങളിലാണ് പോകുന്നത് എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ബാക്കി പെരുന്നാളിന്റെ ക്രമീകരണങ്ങൾ നോട്ടീസ് പ്രകാരമായിരിക്കും. 1-ാം തീയതി ചേലാകർമ്മ പെരുന്നാള് പ്രഭാതത്തിൽ 6 മണിക്ക് നമസ്കാരവും 6:30 വിശുദ്ധ കുർബാനയും. 2-ാം തീയതി കാര്യം പറഞ്ഞല്ലോ, അന്ന് രാവിലെ ദേവാലയത്തിൽ കുർബാന ഉണ്ടായിരിക്കും. 3-ാം തീയതി 4-ാം തീയതി കുർബാന ഉണ്ടായിരിക്കും. 5-ാം തീയതിയാണ് ഇടവകയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അതിന്റെ വിശദമായ നോട്ടീസ് എല്ലാവരുടെയും ഉണ്ടല്ലോ. അതനുസരിച്ച് കുർബാനയ്ക്ക് ശേഷം ഉദ്ഘാടനം നടക്കുന്നതായിരിക്കും. ഗോവ ഗവർണറാണ് മുഖ്യ അതിഥിയായിട്ട് പങ്കെടുക്കുന്നത്. 6-ാം തീയതി ദനഹാ പെരുന്നാൾ ദിവസവും രാവിലെ 6:30 പ്രഭാതനമസ്കാരം, തുടർന്ന് വിശുദ്ധ കുർബാനയും ദനഹായുടെ ശുശ്രൂഷകളും ഉണ്ടായിരിക്കും. 7-ാം തീയതി യൂഹാനൻ മംദോനയുടെ പെരുന്നാൾ ദിവസമാണ്. അന്നും രാവിലെ പ്രഭാത നമസ്കാരം, തുടർന്ന് വിശുദ്ധ കുർബാനയും. അന്നേ ദിവസം റാസ നടത്തപ്പെടുന്ന അന്നേ ദിവസമാണ്. 6 മണിക്ക് സന്ധ്യാപ്രാർത്ഥനയും 7 മണിക്ക് റാസ ആരംഭിക്കും. അതിന്റെ റൂട്ട് നോട്ടീസിൽ പ്രത്യേകമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 8-ാം തീയതി പെരുന്നാളിന്റെ സമാപന ദിവസം അന്ന് രാവിലെ 7 മണിക്ക് പ്രഭാതനമസ്കാരം, 8 മണിക്ക് വിശുദ്ധ കുർബാനയും ഇടവമുദ്രാപുരത്തെ തിരുമനസ്സുകൊണ്ട് അന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതായിരിക്കും. ഇന്ന് കുർബാനയ്ക്ക് ശേഷം ആദ്യ ഫലശേഖരത്തിൻ്റെതായ ലേലം ഉണ്ടായിരിക്കുന്നതാണ്. സാധാരണ ഉച്ച കഴിഞ്ഞാണ്, എന്നാൽ ഇപ്രാവശ്യം കുർബാനയ്ക്ക് ശേഷം ആയിരിക്കും എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് ഓർമ്മ നിർവഹിക്കുന്നത് TS കുര്യാക്കോസ് പണ്ടകശാലയിൽ ഗീവർഗീസ് അന്നമ്മ പത്രോസ്, സാറാമ്മ തിക്കുമുട്ടത്ത്, കോശി ഉണ്ണുണ്ണി വടക്കേ തോണ്ടൽ. കൈമത്തിന് ശേഷം കൊടിയേറ്റത്തിന് ശേഷവും പ്രത്യേകമായിട്ട് കല്ലറയിൽ ധൂപ പ്രാർത്ഥന ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പള്ളിക്കാര്യത്തിൽ നിന്ന് പാണമ്പടിയിലേക്ക് വരാൻ സാധിക്കാത്ത എല്ലാ ആളുകളും വാഹനങ്ങളിൽ 1:30 ആകുമ്പോൾ ഇവിടെ നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം 1:45 അടൂർ അരമനയിൽ മിഖായിൽ മാർ ദിവനാസ്യോസ് ദേറായിൽ എത്തിച്ചേരണം. അവിടെ നിന്ന് പ്രൊസഷനായിട്ട് ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും കുറഞ്ഞൊരു 10-50 വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി വേണം നമ്മൾ ആ പതാക പ്രയാണം മഞ്ഞിനിക്കരയിലേക്ക് വരാൻ. അതുകൊണ്ട് അടൂരിൽ നിന്ന് മുതലാണ് പ്രധാനമായിട്ടുള്ള പ്രൊസഷൻ. കാരണം MC റോഡിൽ ട്രാഫിക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടെ ഉണ്ട്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് അതൊരു ഭാരമാകാതെ കുറച്ച് വാഹനങ്ങൾ മാത്രമേ പാണമ്പടിക്ക് പോകുന്നുള്ളൂ. എന്നാൽ അടൂരിൽ നിന്ന് പ്രൊസഷൻ ആരംഭിക്കുമ്പോൾ ഇടവകയിലെ മുഴുവൻ ആളുകളും വാഹനമായിട്ട് അടൂരെത്തി അതിനോട് പങ്കുചേരണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നത്. 2-ാം തീയതിയാണ്. സെന്റിനറിയുടെ വലിയ സംഖ്യ കുടുംബങ്ങൾ കിട്ടിയിരിക്കുന്നത് അത് ഗഡുക്കളായോ മൊത്തമായോ ഈ ആഴ്ചകളിൽ അടയ്ക്കണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പോൾ ഖബറിൽ ധൂപ പ്രാർത്ഥന നടത്തി ദീപം പകരുന്നതായിരിക്കും. വിശ്വാസികൾ എല്ലാവരും ഇവിടെ ഇരുന്നാൽ മതിയാകും എന്നുള്ള കാര്യം സ്നേഹത്തോടെ. Katavar
ഒരു കാര്യം എല്ലാവരും ഓർപ്പിക്കാൻ, പരിശുദ്ധനായ ഏലിയാസ് ബാവയുടെ പെരുന്നാള് ഫെബ്രുവരി 7-8 ദിവസങ്ങളിലാണ്. 2-ാം തീയതി ഞായറാഴ്ച കുർബാനയ്ക്ക് ശേഷം പെരുന്നാളിന് കൊടിയേറ്റുന്നതാണ്. പെരുന്നാളിനനുബന്ധിച്ച എല്ലാ കാര്യങ്ങളിലും നിങ്ങളെല്ലാവരുടെയും പതിപോലെയുള്ള സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം എല്ലാം ഫേസ്ബുക്കിന് അകത്തോടെ ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് അറിയിക്കും. ഒരു ലൈനായിട്ട് തന്നെ വരിക, ദയവ് ചെയ്ത് ലൈനായിട്ട് തന്നെ കടന്നു വരിക, തിരക്കുണ്ടാക്കരുത്. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ കൊടിയേറ്റ് നടത്തുന്നതാണ്. അതിലും എല്ലാവരുടെയും സാന്നിധ്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു.
ആദരണീയ വൈദിക ശ്രേഷ്ഠരുടെ കല്ലറയ്ക്കല് ഇപ്പോൾ ധൂപപ്രാർത്ഥന നടത്തുന്നു. അതിനുശേഷം എല്ലാവരും കൊടിമരത്തിന്റെ സമീപത്തേക്ക് പോകേണ്ടതാണ്. എന്നെ കരുതലയ്ക്കും ഹാലേലൂയ ഹാലേലൂയ സഹോദരിമാരെ പിന്നലും ആർക്കുമോ കൊടുക്കാം.